ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു വർഷം മുന്നേ നമ്മുടെ അടുത്തുള്ള നേഴ്സറിയിൽ നിന്നൊരു പേരയുടെ തൈ വാങ്ങി കൊണ്ടുവന്ന് നട്ടായിരുന്നേ. അപ്പോൾ അന്ന് അവിടെ നിന്ന് വാങ്ങിയപ്പോൾ അവർ പറഞ്ഞായിരുന്നു 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു പേരയാണെന്നും പറഞ്ഞ് അങ്ങനെ തന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നല്ലതുപോലെ മണ്ണൊക്കെ കിളച്ച് നമ്മുടെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തൈ അങ്ങ് നട്ടേ. അപ്പോൾ എന്താ വെച്ചാൽ ഇച്ചിരി മഴ കുറഞ്ഞ ടൈമിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് നട്ടത്. അപ്പോൾ അങ്ങനെ നട്ട് നല്ലതുപോലെ മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് വേനൽക്കാലത്ത് നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ പച്ചിലകളൊക്കെ കൊത്തിയിട്ട് ചുവട്ടിലൊക്കെ ഇട്ട് കൊടുത്ത് പൊതിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ വളർത്തി. ഇപ്പം കറക്റ്റ് ഒരു വർഷമായപ്പോഴത്തേക്ക് നമ്മുടെ പേര പൂത്തു. അങ്ങനെ പൂത്ത് അതായത് നിറച്ച് ഉള്ള കമ്പയിലൊക്കെ നല്ല രീതിയിൽ പൂവൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയല്ലായിരുന്നോ, അപ്പോൾ കുറേ പൂവൊക്കെ പൊഴിഞ്ഞു പോയി. ഇത് കണ്ടോ, 2 പേരയ്ക്ക് നല്ല ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ 1.5 വർഷം കൊണ്ട് കായ്ക്കുന്നതെന്ന് പറഞ്ഞു. ഏതായാലും ഒരു വർഷമായപ്പോഴത്തേക്കും തന്നെ കായുണ്ട്. ഇതിൻ്റെ കമ്പയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലത്തെ മഴയല്ലായിരുന്നു നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ പൊഴിഞ്ഞു പോയതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുന്നേ എനിക്ക് നല്ലൊരു നാടൻ പേരയുണ്ടായിരുന്നു നമ്മുടെ മുറ്റത്ത് തന്നെ. അത് ഒരുപാട് പ്രായമായൊരു പേരയാണ് വെച്ചാൽ നല്ല കമ്പും അതിൻ്റെ തടിയൊക്കെ നല്ല വണ്ണമായിട്ട് നമുക്ക് ഒരുപാട് പേരയ്ക്ക കിട്ടുന്നതായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് അത് ചെരിഞ്ഞ് ഭയങ്കര വാവലിൻ്റെ ശല്യമൊക്കെ ആയിരുന്നു. രാത്രിക്കൊക്കെ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല, അങ്ങനെ വാവലിൻ്റെ ശല്യമായിരുന്നു. പിന്നെ അതുപോലെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ പേരയ്ക്കൊക്കെ ചപ്പി നമ്മുടെ മുറ്റത്തൊക്കെ ഇട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ശല്യമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ പേര മുറിച്ച് കളഞ്ഞു. അപ്പോൾ ആ മുറിച്ച ടൈമിൽ ഞാൻ ഇതുപോലൊരു തൈ വാങ്ങി നഴ്സറിയിൽ നിന്ന് തൈ വാങ്ങിക്കൊണ്ടേ നട്ടതാണ്. അപ്പം നമുക്ക് കൊതി തോന്നുമ്പോഴൊക്കെ നമ്മുടെ മുറ്റത്ത് ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു കൊതി ഉണ്ടായി അല്ല. അതേ സമയത്ത് നമുക്കിതൊന്നും ഇല്ല എങ്കിലും നമുക്ക് എവിടെയെങ്കിലും കടകളിലൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് കളഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരു തൈ കൊണ്ടുപോയി നട്ട് കൊടുത്തു. ഏകദേശം കണ്ടോ, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിന് വലിയ കെയറിങ്ങും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, എന്നാലും നല്ല ഉഷാറായി വന്നേ. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഒരു നാടൻ പേരത്തൈയാണ്. അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞില്ല ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിൻ്റെ വിത്ത് അതായത് വാവലൊക്കെ തിന്നിട്ട് ഇങ്ങനെ പറമ്പിൽ തന്നെത്താനെ കിളുത്തതാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ പറിച്ചുകൊണ്ട് നട്ട് ഏകദേശം ഇത്രയും വളർന്ന് പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ്. ഇത് ഒത്തിരി പൊങ്ങി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പറിക്കാനാണെങ്കിൽ ഒക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് കണ്ടോ ഇതുപോലെ ഒരുപാട് കമ്പൊക്കെ പൊട്ടിക്കിളിർത്ത് നല്ല ഇലകളും ഇതുണ്ട്, ഓരോ തണ്ടിലും നല്ലതുപോലെ കിളിർപ്പൊക്കെ വന്ന് ഉഷാറായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പേരക്കയുടെ രുചി ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ നാടൻ പേരയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കുള്ള വിത്ത് കളയാതെ നമുക്ക് എന്താ പറയണ്ടേ, വീണ്ടും വീണ്ടും നമുക്ക് സൂക്ഷിച്ച് കിട്ടുവാണെങ്കിൽ എന്താ പറയണ്ടേ, അതൊരു എന്താ പറയണ്ടേ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ പേരയ്ക്ക. അപ്പം അങ്ങനെ ഞാൻ വേറൊരു തയ്യ് പറമ്പിൽ നിന്ന് ഇങ്ങനെ കിളുത്ത് കിട്ടിയതാണ്. അത് ഞാൻ പറിച്ച് കൊണ്ടുപോയി നട്ട് ഇതുപോലെ നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്ത് നട്ട് അതും ഏകദേശം ഇത്രയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മുടെ മുറ്റത്ത് എന്താ പറയണ്ടേ, എല്ലാ കൂട്ടവും ഓരോന്നൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. നമുക്ക് ഒന്നിനും കൊതി ഉണ്ടാവില്ല, നമുക്ക് കടയിൽ പോയി വാങ്ങുകയും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയെ. ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.